മാർച്ച് 23 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: മോഗ്രോവോയയിലെ വിശുദ്ധ ടുറുബിയൂസ്, വിശുദ്ധ ബെനഡിക്ട്, വിശുദ്ധ ഡൊമിഷ്യൂസ്, വിശുദ്ധ പെലാജിയ, വിശുദ്ധ അക്വില, വിശുദ്ധ എപ്പാർക്കൂസ്, വിശുദ്ധ തെയോഡോഷ്യ, വിശുദ്ധ എഥൽവാൾഡ്. മോഗ്രോവോയയിലെ വിശുദ്ധ ടുറുബിയൂസ് 1538-1606 കാലഘട്ടത്തിലാണ് മോഗ്രോവോയയിലെ വിശുദ്ധ ടുറുബിയൂസ് ജീവിച്ചിരുന്നത്. വടക്ക് പടിഞ്ഞാറൻ സ്പെയിനിലെ മയോർഗ പട്ടണത്തിൽ കുലീനരായ മാതാപിതാക്കളുടെ മകനായി ടുറുബിയോ അൽഫോൺസോ ഡി മോഗ്രോവോജോ ജനിച്ചു. 5-ാം നൂറ്റാണ്ടിലെ ഒരു പ്രാദേശിക ബിഷപ്പും വിശുദ്ധനുമായ ഒരു കുട്ടിയായിരുന്നു അദ്ദേഹത്തിന് പേര് നൽകിയത്. ടുറുബിയസ് ഒരു ഭക്തനായ കുട്ടിയായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തോട് അദ്ദേഹത്തിന് ശക്തമായ ഭക്തിയുണ്ടായിരുന്നു. ദിവസവും അമ്മയോട് പ്രാർത്ഥിക്കുകയും അമ്മയുടെ ബഹുമാനാർത്ഥം എല്ലാ ശനിയാഴ്ചയും ഉപവസിക്കുകയും ചെയ്തു. ദരിദ്രരോട് അദ്ദേഹത്തിന് ഒരു ഹൃദയമുണ്ടായിരുന്നു. അവരെ പരിപാലിക്കുന്നതിൽ ഉദാരനായിരുന്നു. ടുറുബിയസിന് 12 വയസ്സുള്ളപ്പോൾ വല്ലാഡോളിസിൽ മാനവികത പഠിപ്പിക്കാൻ അദ്ദേഹത്തെ അയച്ചു. വിശുദ്ധൻ സാലാമാങ്കയിൽ തൻ്റെ ഉന്നത പഠനം പൂർത്തിയാക്കി. ഫിലിപ്പ് രണ്ടാമൻ രാജാവ് വിശുദ്ധനുമായി പരിചയപ്പെട്ടപ്പോൾ നിരവധി പദവികൾ വിശുദ്ധന് നൽകി ആദരിച്ചു. ഗ്രാനഡയിൽ ചീഫ് ജഡ്ജിയായി വിശുദ്ധനെ നിയമിച്ചു. 5 വർഷക്കാലം അദ്ദേഹം ഈ പദവി വളരെ സത്യസന്ധതയോടെയും വിവേകത്തോടുകൂടിയും ചെയ്തു. ലോകത്തിലെ അദ്ദേഹത്തിൻ്റെ ജീവിതം പാസ്റ്ററൽ ചുമതലയിലേക്കുള്ളൊരു വിശുദ്ധ നൊവിഷിപ്പായിരുന്നു. പെറുവിലെ ശിശുസഭയുടെ അടിയന്തര ആവശ്യങ്ങൾക്ക് അപ്പസ്തോലന്മാരുടെ ആത്മാവ് പാരമ്പര്യമായി ലഭിച്ച ഒരു പുരോഹിതനെ ആവശ്യമായിരുന്നു. ലിമയിലെ ആർച്ച് ബിഷപ്പ് ഒഴിവായതോടെ ഇത്രയും വലിയൊരു രാജ്യത്തിൻ്റെ അപ്പസ്തോലനാകാൻ ഏറ്റവും യോഗ്യനായി മറ്റുള്ളവരെല്ലാം തിരഞ്ഞെടുത്തത് വിശുദ്ധനെയായിരുന്നു. അവിശ്വാസികളുടെ മതപരിവർത്തനത്തിന് തടസ്സമായ അഴിമതികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് രാജാവ് അദ്ദേഹത്തെ ആ പദവിയിലേക്ക് ഉടൻ നാമനിർദ്ദേശം ചെയ്തു. ബന്ധപ്പെട്ട എല്ലാവരും ആ തിരഞ്ഞെടുപ്പിനെ പ്രശംസിച്ചു. എന്നാൽ ടുറുബിയസ് അത് നിരസിക്കുകയാണ് ഉണ്ടായത്. സന്ദേശം ലഭിച്ച ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ ക്രൂശിത രൂപത്തിൻ്റെ ചുവട്ടിൽ നിലത്ത് വീണ് പ്രാർത്ഥിച്ചു. ദൈവം തൻ്റെ ശക്തിക്ക് അതീതമായി കരുതിയ ഇത്രയും ഭാരത്തിൽ നിന്ന് തന്നെ വിടുവിക്കണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. രാജാവിൻ്റെ കൗൺസിലിന് അദ്ദേഹം ഏറ്റവും അടിയന്തര കത്തുകൾ എഴുതി. അതിൽ അദ്ദേഹം തൻ്റെ കഴിവില്ലായ്മയും മറ്റു തടസ്സങ്ങളും കൊണ്ട് വാദിച്ചുകൊണ്ടാണ് കത്തെഴുതിയത്. കൂടാതെ സഭയിൽ അത്തരം പദവികളിലേക്ക് സാധാരണക്കാരെ ഉയർത്തുന്നത് വിലക്കുന്ന നിയമത്തിന് വലിയ ഊന്നൽ നൽകിക്കൊണ്ട് അദ്ദേഹം കത്തിൽ എഴുതുകയുണ്ടായി. ആത്മാക്കളുടെ സേവനത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്വർഗത്തിൻ്റെ സഹായം തേടിയത് ഈ വിനയമാണ്. അനുസരണക്കേട് കാണിച്ച അദ്ദേഹം മുട്ടുകുത്തി നിലത്ത് ചുംബിച്ചുകൊണ്ട് തൻ്റെ സമർപ്പണത്തിന് സാക്ഷ്യം വഹിച്ചു. അങ്ങനെ വിശുദ്ധൻ ലിമയിൽ എത്തിച്ചേർന്നു. ലിമ നിവാസികൾക്ക് പുതിയ ആർച്ച് ബിഷപ്പ് പുണ്യത്തിൻ്റെ ഒരു മാതൃകയായിരുന്നു. ദീർഘമായ ധ്യാന പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചിരുന്നത്. ദിവസം തോറും പാപസങ്കീർത്തനം ചെയ്തിരുന്നു. രൂപതയുടെ എല്ലാ ഭാഗങ്ങളും അദ്ദേഹം 3 പ്രാവശ്യം സന്ദർശിച്ചു. 100,000-ഓളം കിലോമീറ്റർ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അനേകരെ ജ്ഞാനസ്നാനപ്പെടുത്തുവാനും അനേകർക്ക് സ്ഥൈര്യലേപനം നൽകുവാനും ഈ യാത്രകൾ ഉപകരിച്ചു. അമേരിക്കയിലെ 1ാമത്തെ സെമിനാരി ടുറുബിയൂസ് ആണ് സ്ഥാപിച്ചത്. 13 രൂപതാ സുന്നകദോസുകളും 3 പ്രാദേശിക സുന്നകദോസുകളും അദ്ദേഹം നടത്തി. ദരിദ്രർക്ക് ധർമ്മം നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഭക്താഭ്യാസം. രൂപതയിൽ 3ാമത് സന്ദർശനം നടത്തുമ്പോഴാണ് മരണകരമായ രോഗം പിടിപെട്ട് 1606 മാർച്ച് 23-ാം തീയതി അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. തിരുപ്പാതയും സ്വീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു: എന്നോട് അരുളി ചെയ്യപ്പെട്ട സംഗതികളോർത്ത് ഞാൻ ആനന്ദിച്ചു. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാം. ഇന്നേ ദിവസം നമുക്കിങ്ങനെ വിചിന്തനം ചെയ്യാം. ആർച്ച് ബിഷപ്പ് ടുറുബിയൂസ് അധ്വാനത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും പ്രതീകമാണ്. ആധ്യാത്മിക പുരോഗതിക്ക് ഉത്തമ മാർഗങ്ങൾ അധ്വാനവും ദാനധർമ്മവും തന്നെ.